സോഷ്യൽ മീഡിയ മുഴുവനും ഞാൻ ഹണി ട്രാപ്പുകാരിയാണെന്ന് പറഞ്ഞിട്ട് വ്യാജ പ്രചരണം ഇറക്കിയിട്ടുണ്ട്. ഞാൻ ഇന്നേ വരെ ആരെയും ഹണി ട്രാപ്പ് കൊടുക്കാനോ ഒന്നിനും പോയിട്ടില്ല. ഞാനൊരു കേസ് കൊടുത്തതിൻ്റെ കോടതിയുടെ പകർപ്പ് വെച്ചിട്ടാണ് അതാണ് കൊടുത്തിട്ട് ഞാൻ പിന്നെ അനേക ആൾക്കാരുടെ പേരിൽ കേസ് കൊടുത്തെന്ന് പറഞ്ഞിട്ടാണ് അത് വരുന്നത്. ആ കോടതിന്റെ പകർപ്പ് സത്യമായിട്ടുള്ള കാര്യം ഞാൻ ഒരാളാലെ റേപ്പ് ചെയ്യപ്പെട്ടതിന്റെ പേരിലാണ് ഞാൻ ആ കേസ് കൊടുത്തത്. അത് കൊടുക്കാൻ നേരം വൈകിയതിന്റെ ഒരൊറ്റ അടിസ്ഥാനത്തിന്റെ പേരിലാണ് കോടതി അവർക്ക് സപ്പോർട്ടായിട്ട് ആ ഒരു വിധി വന്നത്. ഞാൻ കൊടുക്കാൻ വൈകിയതിന്റെ കാരണം ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ വരച്ചതിന്റെ പേരിൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്നെ ഒറ്റപ്പെടുത്തി. എനിക്ക് കുടുംബമല്ല, എനിക്ക് എൻ്റെ വാപ്പയുടെ ഒരു സപ്പോർട്ട് അല്ലാതെ, കുടുംബത്തിൽ നിന്ന് അല്ലെ വാപ്പയുടെ ഫാമിലിയുടെ സപ്പോർട്ട് അല്ലാതെ വേറൊരാളുടെ സപ്പോർട്ട് എനിക്കില്ല. ഒരു സുഹൃത്തിന്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ, ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഒരു വ്യാജ ഡോക്ടർ ചമഞ്ഞിട്ട് എൻ്റെ ഒരു കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പോയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് എനിക്ക്. എൻ്റെ കുഞ്ഞിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ, മദ്രസേന്ന് ഉസ്താദിന്റെ അടി ദിവസം അതിനെ വെറുതെ തല്ലുക ചെയ്യുന്നത്. എന്തിനാ തല്ലുന്നതെന്ന് ആ കുഞ്ഞിന് അറിഞ്ഞൂടാ. എന്നിട്ട് ഇതിന് മദ്രസയിലും സ്കൂളിലും പോകാൻ ഭയം. എന്നിട്ട് സ്കൂളിൽ പോയിട്ട് കുട്ടികളോട് ആ മദ്രസയിലുള്ള ഉസ്താദിനോടുള്ളതൊക്കെ മറ്റു കുട്ടികളോട് കാണിക്കൽ തുടങ്ങിയപ്പോഴാണ് സ്കൂളിൽ നിന്ന് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം, നിങ്ങളൊന്ന് കൊണ്ടുപോയി നോക്കി എന്ന് പറഞ്ഞെടുത്തുനിന്ന് ആദ്യം ഞാൻ മെഡിക്കൽ കോളേജിന്റെ അടുത്ത് അവിടെ ഫസ്റ്റ് കാണിച്ച്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ് ഈ ഒരു വ്യാജ ഡോക്ടർ, അവന്റെ അന്ന് പേര് ഞങ്ങളെടുത്ത് പറഞ്ഞത് റോഷൻ എന്നാണ്, ഈ ഡോക്ടറെ ഞാൻ പരിചയപ്പെടുന്നത്. ട്രീറ്റ്മെന്റിന് കുട്ടീനെ കൂട്ടാണ്ട് വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവന്റെ വീട്ടിലോട്ട് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊന്നല്ല കോടതിയിലേക്ക് എത്തിയപ്പോഴൊക്കെ മാറി മറിഞ്ഞ് എന്നോട് ചോദിക്കുന്നത്, എന്ന് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അന്നത്തെ ഡ്രസ്സൊക്കെ ചോദിക്കുന്നത്. ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്? ഞാൻ പരാതി കൊടുക്കാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് വൈകിയത്, വേറൊരു കാര്യം ഉണ്ടായിട്ടല്ല ഞാൻ വൈകിയത്. ലാസ്റ്റ് പണം ചോദിക്കുക, എൻ്റെ വീട്ടിൽ വന്ന് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാനും എൻ്റെ മക്കളും ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥയായപ്പോൾ, എൻ്റെ ഭർത്താവ് ആ സമയത്ത് ഗൾഫിലാണ്. ഭർത്താവ് ഗൾഫ് പോകുന്നത് തന്നെ വീട് ജപ്തി നോട്ടീസിന് വെച്ച സമയത്താണ് ഭർത്താവ് ഇവിടുന്ന് ഗൾഫ് പോകുന്നത്. അവരോട് ഇത് പറഞ്ഞാൽ അവര് നാട്ടിൽ വന്നാൽ ഇവനെ വെട്ടിക്കൊല്ലൂ എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഞങ്ങൾക്ക് ആരും ഇല്ലാണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സഹിച്ചും ക്ഷമിച്ചു എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ സമൂഹത്തോട് പറയാതെ സ്വന്തം സഹിച്ചു നിന്നിട്ട് അനുഭവിച്ചെടുത്തതാ. എന്നിട്ട് എന്നെ വേട്ടയാടി തുടർന്ന് ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവന്റെ കയ്യിൽ ആ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പുറത്തു വിട്ട് അതിൽ നിങ്ങളൂടി ഉൾപ്പെടുന്നുണ്ട്, അത് എനിക്ക് നല്ലതിന്, സമൂഹം അത് അറിയണം എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി, എന്റെ മുഖം അതിൽ കാണൂല, നിന്റെ ശരീരഭാഗങ്ങളാണ് മറ്റുള്ളവര് കാണുക എന്ന് പറയുന്നത്. ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു ശരീരഭാഗം മറ്റൊരാൾ കാണുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അപമാനം. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയമുള്ളത് കൊണ്ടാണ്. എന്നിട്ടും ഞാൻ ലാസ്റ്റ് പരാതി കൊടുത്തപ്പം സിദ്ദീഖ്, ഇപ്പോഴത്തെ MLA ടി സിദ്ദീഖ് എന്ന് പറഞ്ഞ ആളാണ് ഇവർക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തത്. ഞാൻ കൊടുത്ത മൊഴി അത് കോടതിയിലെത്തിയില്ല, കേസ് കാര്യമായിട്ട് അന്വേഷിച്ചില്ല, അവനെ അറസ്റ്റ് ചെയ്തില്ല, ഒരു സപ്പോർട്ട് ചെയ്ത് എന്നെ കുറ്റം പറഞ്ഞ് അവർ ആ കേസ് അങ്ങനെ അങ്ങ് തീർത്തു. ഓക്കെ, അത് ഞാൻ കോടതി പൊട്ടി. ഞാൻ എന്നിട്ടും ഹൈക്കോടതിയിലേക്ക് പോകാനോ ഒന്നിനും നിന്നില്ല. ഓക്കെ, എന്റെ വിധി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ പകർപ്പ് വെച്ചിട്ട് അവൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. ഞാൻ ഹണി ട്രാപ്പുകാരിയാണ്, ഞാൻ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്, അതും പീഡന കേസ്. ഞാൻ ഒരു പീഡന കേസ് കൊടുത്തിട്ടുണ്ട്. അല്ലാത്തൊരു കേസ് എന്ന് പറയാൻ, ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ ഇറങ്ങി നടക്കുമ്പോണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും. ബസ് കയറി ഒരാൾ തോണ്ടിയാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, പുറത്തിറങ്ങി ആരെങ്കിലും എന്നെ സൈറ്റ് അടിച്ചാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. അങ്ങനത്തെ കേസുകൾ എന്നല്ലാതെ വേറെ ഒരു കേസും ഇന്നേ വരെ ഞാൻ കൊടുത്തിട്ടില്ല. ആരെങ്കിലും ഉണ്ട്, ആ തെളിവ് സഹിതാണ് കൊണ്ടുവരേണ്ടത്. ഞാൻ പലരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചു എന്ന് പറയും, ആർക്കും തെളിവില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് അവരാരും തെളിവ് കൊണ്ടുവരാത്ത? ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇത്രത്തോളം ആക്കി ഒടുക്കം മരണത്തിന് കീഴടങ്ങാൻ വരെ നോക്കേണ്ട ഗതികേട് വന്നു. കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ നിയമത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട്. ജീവിച്ച് നിൽക്കുമ്പോൾ കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒരാൾ
കൊണ്ടുതരും. അതാണ് നമ്മുടെ നിയമത്തിന്റെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഞാൻ സ്വയം ജീവൻ ഒടുക്കാൻ വരെ നോക്കി, അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു. ഇനി ഒരു വഴിയില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് പടച്ചോൻ എന്നുള്ള രൂപത്തിൽ, അല്ലെ ഞാൻ വരയ്ക്കുന്ന കണ്ണൻ എന്നുള്ള രൂപത്തിൽ എന്റെ സൈഡ് സംസാരിക്കാൻ, അല്ലെ നീ എന്ത് തെറ്റാ ചെയ്തത് അതൊന്ന് എനിക്കറിയണമെന്ന് പറയാൻ ഒരാളെങ്കിലും എന്റെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. ആ ഇദ്ദേഹമാണ്. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോ വന്നത്. നിങ്ങൾ എല്ലാരും മനസ്സിലാക്കണം, ഞാൻ ആകെ കൊടുത്തൊരു കേസ് ഇത് അനുഭവം കൊണ്ട് കൊടുത്തതാ, അല്ലാതെ ഇന്നേ വരെ ഞാൻ ആരുടെ പേരിലും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ട് എന്റെ ബുദ്ധിമുട്ടുകൾക്കല്ലാണ്ട് ആരോടും ഒരു പൈസ മേടിച്ചിട്ടില്ല. ഞാൻ ഒരു ഹണി ട്രാപ്പിൽ അംഗമല്ല. ജസ്ന അരുൺ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ജസ്ന സലീം ആയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ചോദിക്കുന്നത്. ഈ ജസ്ന അരുൺ എന്ന പേര് മാറ്റിയതാണ്. സ്വന്തം ഐഡന്റിറ്റി കൊണ്ടെടുക്കേണ്ട അവസ്ഥയാണ് ഭർത്താവിനെ കാണിക്കാൻ. എന്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ. അരുൺ എന്ന് പറയുന്നത് എന്റെ സഹോദരനാണ്, എന്റെ കസിൻ ബ്രദറാണ്. ഇവന്റെ അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവാണ്. ഓന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു, ഓൻ അത് സ്വീകരിച്ചു. അതാണ് എന്റെ കൂടെ. എന്റെ ഇക്കാക്ക, എന്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് എന്റെ കൂടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിലൊക്കെ ഇവനാ പോരല്. ഇവനെ പിടിച്ച്, ഇവൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല, ഇവനെ പിടിച്ചിട്ട് എന്റെ ഭർത്താവാക്കി. എന്നിട്ട് ഈ ഐഡന്റിറ്റി പിടിച്ചോണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക്. പിന്നെ ഞാന് കൃഷ്ണനെ വരച്ച് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി എന്ന് പറയുന്നത്. സാറിന് ആ ബാങ്കിൽ ഇപ്പോഴും വീടിന്റെ ലോൺ അടച്ചോണ്ടിരിക്കുക. അതാരും കാണുന്നില്ല. ഞാൻ വീട് വെച്ചിക്ക് ലോൺ അടയ്ക്കുന്നത് ആരും കണ്ടിട്ടില്ല. ഞാൻ ലക്ഷറി കാറിലാ യാത്ര ചെയ്യുന്നതെന്ന് പറയുന്നത്. എന്റെ കാറ് ഷിഫ്റ്റ് ആണ്. അതിലിതാ RC ബുക്ക് വരെ ഞാൻ കൊണ്ടുവന്നിക്ക്. ടൊയോട്ട ഫിനാൻസ് എന്നുള്ളത് അതിൽ 14,000 രൂപ ഞാൻ EMI അടിക്കുന്നു. അതാരും കാണുന്നില്ല. ഈ ഷിഫ്റ്റ് വണ്ടിയൊക്കെ എന്നാ ലക്ഷറി ആയതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രത്തോളം ഉപദ്രവിക്കാണ്. ഭർത്താവിന്റെയോ കുഞ്ഞുങ്ങളെയോ ഫോട്ടോ പുറത്തു വിടാൻ എനിക്ക് പേടിയാ. എന്നെ ഉപദ്രവിക്കുമ്പോൾ അതുങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് കരുതിയിട്ട്. എന്നിട്ട് എനിക്ക് ഭർത്താവില്ല, എനിക്ക് മക്കളില്ല, ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പല വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. ഇതില് ഒരു പോയിന്റ് വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പറയേണ്ടത്, ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി കെട്ടിയിട്ടിട്ടാണ് ഈ കുട്ടിയെ റേപ്പ് ചെയ്യുന്നത്. ഇത് മകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു സുഹൃത്ത് മുഖാന്തരം ആ ആളെ കണ്ടെത്തി. ആ ആളുടെ വീട്ടിലെത്തുന്ന സമയത്ത് അയാൾ കെട്ടിയിട്ട് റേപ്പ് ചെയ്യുന്ന ആ ഇൻസിഡന്റിനെ എന്തുകൊണ്ട് കൃത്യമായിട്ട് തെളിവെടുത്ത് പോലീസ് കോടതിയിൽ എത്തിച്ചില്ല എന്നുള്ളത് മാധ്യമങ്ങൾ ചോദിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. അത് മാത്രമല്ല, ഈ കുട്ടിക്കെതിരെ ഓൺലൈൻ ഗുണ്ടകൾ ഈ പറയുന്ന എന്തൊക്കെയാണ്, അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സുരേഷ് ഗോപിനെ, ഇവരെ സഹായിച്ചിട്ട് ഇവരുടെ നിന്ന് ചിത്രം സ്വീകരിച്ച നരേന്ദ്രമോദിജിനെ, അതുപോലെ തന്നെ ഇവർക്ക് സഹായം ചെയ്ത ഗോകുലം ഗോപാലേട്ടനെ, അതുപോലെ തന്നെ ഇവര് RSSന്റെ കാര്യാലയത്തിൽ പോയതിന് RSSകാരെ, അതുപോലെ ഇവരെ മതം നോക്കാതെ ഒപ്പം നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പേരെയും ഒരേ രീതിയിൽ അപമാനിക്കുകയാണ്. ഈ അവസ്ഥ ഞാൻ കടന്നുപോയതാണ്. നിങ്ങൾക്കറിയാം, മെയ് 17 വിഷയം 2008 എന്റെ അമ്മേനെ എന്റെ അമ്മയല്ല എന്ന് പറഞ്ഞ് അന്ന് ആ സമയത്ത് എന്റെ കൂടെ ഒരു സ്ത്രീയുണ്ട്, സന്തോഷ് മാധവന്റെ കൂടെ ഒരുപാട് സ്ത്രീകളുണ്ട്, ഭദ്രാനന്ദ് ഒരുത്തിയെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എന്റെ വീട് ആക്രമിക്കാൻ വരുന്ന സമയത്താണ് അന്ന് ഞാൻ തോക്കെടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. അന്ന് അത് ആലുവ പോലീസ് സ്റ്റേഷനിലെത്തി. അതിന്റെ അനന്തരഫലം 6 പേരുടെ മരണത്തില് അടുത്ത മെയ് 17, 2009 വരെ അത് എത്തിച്ചേർന്നു. അന്ന് ഞാൻ അനുഭവിച്ചു ഈ വേദന എന്താന്ന്. കേരളത്തിൽ 14 വർഷം ഞാൻ ഭിക്ഷ എടുക്കുന്ന പോലെ ഞാൻ നടന്നു. ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല. തനിക്കാക്കി വിടക്കാക്കുന്ന ഈ ഒരു പൈശാചിക ചിന്ത പേറി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവര് ഈ കുട്ടീനെ ഇത്രയും ക്രൂരമായിട്ട് സമൂഹത്തിൽ പോർട്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിക്ചറൈസ് ചെയ്യുമ്പോൾ ആരെങ്കിലും ഈ കുട്ടിയെ സഹായിക്കാൻ വരുമോ? ഇന്ന് അതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ അവസ്ഥ ഇനി ഇതുപോലെ തന്നെ ഒരുപക്ഷെ ഇതിൽ നിന്നും ക്രൂരമായ അവസ്ഥകൾ നേരിടുന്ന പല സഹോദരിമാരും ഇവിടെയുണ്ട്. അവർക്ക് നമ്മളൊക്കെ ഇവിടെ ഉള്ളപ്പോ, നിങ്ങൾ എല്ലാവരും ഇവിടെ ഉള്ളപ്പോ ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നിയമത്തിന്റെ മുന്നിൽ ഈ പറയുന്ന ക്രിമിനലിനെ അയാൾക്ക് ബാക്കപ്പ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വലിയ വ്യവസായി ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ അയാളെ ബാക്കപ്പ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ആ ഗ്രൂപ്പ്, അതെല്ലാം ഇവരാരാന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ഒരു BJPയിലെ വനിതാ നേതാവ് കൂടെ ഇവരുടെ പിറകിൽ ഇവരെ ആക്രമിക്കാൻ നടക്കുന്നുണ്ട്. അവരുടെ മാധ്യമ ഓൺലൈൻ ഗുണ്ടകൾ, അതായത് മെയിൻ സ്ട്രീം മീഡിയ അല്ല, ഈ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങി പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള ആധികാരികയും ഇല്ലാതെ ഇങ്ങനെ ഈ ആൾക്കാരെ പറ്റി ബാഡ് മൗത്ത് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഇവരെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കണം. ഇത് പോലീസ് കൃത്യമായിട്ട് ഇതൊരു മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ നമുക്കൊക്കെ കാണാൻ പറ്റുന്നതാണ്, നമുക്കെതിരെ ഒരു കമന്റോ ഒരു പോസ്റ്റോ ഇട്ട് കഴിഞ്ഞാൽ അവൻ നാളെ അറസ്റ്റിലാണ്. ഇവിടെ ആർക്കെതിരെയും എന്തും പറയാം. അതുപോലെ ഈ ഒരു അമ്മ
കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, കുട്ടിയുടെ ജീവന് വേണ്ടിയിട്ട് അമ്മ എന്തും ത്യജിക്കുന്ന ഒരു അമ്മയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കുട്ടിയുടെ മാനസികാവസ്ഥ ഒന്ന് നന്നാക്കാൻ വേണ്ടി സൈക്കാട്രിസ്റ്റ് ആണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയ അവന്റെ അടുത്ത് പോകുമ്പോൾ അവൻ കെട്ടിയിട്ട് റേപ്പ് ചെയ്യുന്നു. ഇത് കേരളമാണോ? ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കേസാണത്. ഇത് നിങ്ങൾ തന്നെ ഇടപെട്ടാലേ ഇതിൽ എന്തെങ്കിലും ഇതാവുള്ളൂ. കാരണം ഈ കുട്ടിയെ പിച്ച് ചീന്തുകയാണ്. സോഷ്യൽ മീഡിയ നോക്കണം എന്തുമാത്രമാണ്. അതുപോലെ തന്നെ ഈ ശബരിമല കലാപം നടത്താൻ ശ്രമിച്ച ടീം, അവരെ ഒരു കാരണവശാലും അവരെ നമുക്ക് ഈ സമൂഹത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഈ കുട്ടിക്കെതിരെ എന്തുമാത്രം വ്യാജ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സല്ലേ വേദനിക്കുന്നത്. പ്ലീസ് നിങ്ങൾ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തേ പറ്റുള്ളൂ. മാത്രമല്ല ഈ പോക്ക് പോവുകയാണെങ്കിൽ പറയുന്നതിനേക്കാളും അപ്പുറമുള്ള ദുരന്തങ്ങൾ ഈ കേരളം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. സീരിയസ്ലി. ഇതാണ് അരുൺ എന്ന് പറയുന്ന ആ പയ്യൻ. ആരെ കണ്ടാലും ഇവരെ പിടിച്ച് ഭർത്താവാക്കുക. കമന്റുകൾ നോക്കണം. ഓരോ VIP-കളുടെയും പേര് വെച്ചിട്ട് ഇവരുടെ ഭർത്താവല്ലേ അയാളല്ലേ ഇവരെ ഉപയോഗിക്കുന്നത്. എങ്ങനെ സഹിക്കാൻ പറ്റുക? ഒരു സ്ത്രീനെ 5000 വർഷമായിട്ട്, ഒരു സ്ത്രീയുടെ അവസ്ഥ മനസ്സിലായി. 5000 വർഷമായിട്ട് ഇതുപോലുള്ള പുരുഷന്മാർ ഈ സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചവിട്ടി തേക്കുകയും ചെയ്യുന്ന ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഭാരതാംബയുടെ നാടാണെന്നാണല്ലോ പറയുന്നത്. ഇതും ഒരു ഭാരതാംബയുടെ ഇതല്ലേ? എന്തുകൊണ്ട് ഇവിടെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് മുന്നോട്ട് വരുന്നില്ല? ഇതുപോലുള്ള സോഷ്യൽ ഇവിൾസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വരുന്നില്ല? ഇവൾ നമ്മളുടെ സഹോദരിയും കൂടിയാണ്. ഇന്നിപ്പോ ഞാൻ ഈ കുട്ടീനെ ഇവിടെ വിളിച്ചെടുത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ ഈ ഒരു അനുഭവം കടന്നുപോയ ആളാണ്. പ്ലീസ് ട്രൈ ടു ഹെൽപ്പ്. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഒറ്റൊന്നേ ചോദിക്കാനുള്ളൂ. ഒരാളുടെ പേരിൽ ഒരു കേസ് കൊടുത്തെന്ന് വെച്ച് എങ്ങനെയാണ് ഹണി ട്രാപ്പുകാരിയാവുക എന്നുള്ളത്? ഈ കേസ് കൊടുക്കുന്നതും കേസ് തോൽക്കുന്നതും ജയിക്കുന്നതും ഒക്കെ സ്വാഭാവികമാണ്. ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവരുടേതൊന്നും എടുത്തു വെക്കാതെ എന്റേത് മാത്രം എടുത്തു വെച്ച് എന്നെ മാത്രം ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിന്റെ പേരിലാ? ഞാനൊരു ചിത്രം വരച്ചതിന്റെ പേരിലോ? അതല്ലേ സമൂഹം കാണുന്ന തെറ്റ്? അതിന് മാത്രം എന്താണ് ഈ തെറ്റുള്ളത്? ഞാൻ എന്റെ ഒരു കഴിവിനെയാണ് വിൽക്കുന്നത്. അത് കൃഷ്ണനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മതപരമായിട്ട് ഓരോരുത്തര് മതം വിഷായിട്ട് തുപ്പുക ചെയ്യുന്നത്. അതിന്റെ ഇരയാണ് ഞാൻ. ഈ കൊടുത്ത കംപ്ലൈന്റുകളൊക്കെ നിങ്ങൾക്കൊന്ന് എടുത്ത് പരിശോധിച്ചാൽ അറിയാം എവിടുന്ന് എങ്ങനെയാന്നുള്ളത്. ആ FIR-ന്റെ അകത്ത് കറക്റ്റ് ഡീറ്റെയിൽ ചെയ്തു. എന്ത് ഇൻസിഡന്റ് ആണ് ഒരു വ്യക്തിയുടെ പേരിൽ കൊടുത്തതെന്ന് വെച്ചാൽ എല്ലാവരുടെ പേരിലും ഞാനത് കൊടുത്തതെന്ന് പറഞ്ഞു ഒരു തെളിവും ഇല്ലാണ്ട് സമൂഹത്തിന്റെ മുമ്പിൽ അത്രയ്ക്ക് എന്നെ അപമാനിക്കുക ചെയ്യുന്നത്. എനിക്കും എന്റെ കുടുംബത്തിനും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടാണ് ഞാൻ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ നോക്കി. എന്നിട്ടും നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഓൺലൈനിൽ ഓരോരുത്തർ യൂട്യൂബിൽ അവർക്ക് തോന്നുന്നത് പറയുക ചെയ്യുന്നത്. ഇതൊന്നും അവരുടെ അടുത്ത് തെളിവില്ല. എന്നാ തെളിവ് കൊണ്ടുവന്നിട്ട് പറയണ്ടേ? ഞാനൊരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും തരാതെയാണ് സ്ത്രീകൾ വരെ ഇത് പറയുന്നത്. അവരും ഒരു സ്ത്രീയാണ്. അതുപോലും ചിന്തിക്കാണ്ട് എന്നെ കുറിച്ച് പറയുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതിന്റെ പേരിലോ? അതാണോ സമൂഹം കാണുന്ന ഇത്രയും വലിയ തെറ്റ്? ക്യാപിറ്റൽ വിഷൻ 24/7 എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അവതാരകനാണ്. എന്റെ അടുത്ത് അന്ന് പറഞ്ഞത് റോഷൻ എന്നാണ്, അവന് ഹിന്ദു മതസ്ഥനാണ് എന്നായിരുന്നു പറഞ്ഞത്. പിന്നീടാണ് അവർ അറിയുന്നത് അത് ഹിന്ദു മതസ്ഥനൊന്നല്ല, അവൻ മുസ്ലിമാണ്. റോഷൻ, ഷെനീത്ത്, SK, KRS അങ്ങനെ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയുടെ പേരിൽ പല സ്ത്രീകളും പരാതിപ്പെട്ടിട്ടുണ്ട്. പലര് കുടുംബം നശിപ്പിച്ചൊരു പയ്യനാണ് ഇവന്. നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാം ഏതൊക്കെ സ്റ്റേഷനിൽ അവന്റെ നേരിൽ ഏതൊക്കെ പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലും പോലീസുകാർ അന്വേഷിക്കാതെ അവന് സപ്പോർട്ടായിട്ട് മാത്രമാണ് ഈ നിയമം നിന്നത്. നിയമത്തിന് ഒരു കുഴപ്പമുണ്ട്. നിയമത്തിന് പോലീസ് തെളിവ് കൊടുത്താൽ മാത്രമേ, കോടതിയിൽ എത്തേണ്ട തെളിവ് എത്തിയാൽ മാത്രമേ നിയമത്തിന് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവന് അന്നത്തെ മാറാട് SI തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു SI ആയിരുന്നു. അവര് അറസ്റ്റ് ചെയ്യാൻ പോയടുത്തുനിന്ന് ഇവർ അറസ്റ്റ് ചെയ്യാണ്ട് പോകുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സാറേന്ന്? അത് ഞങ്ങളെ സിദ്ദീഖ് വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ്. ഈ സിദ്ദീഖ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ MLA ആണ് എല്ലാവിധ സപ്പോർട്ടും ഓൾക്ക് ചെയ്തു കൊടുക്കുന്നത്. റോഷന്റെ ഫാമിലിയുടെ എന്തോ ആണ് പോലും ഈ സിദ്ദീഖ് എന്ന് പറയുന്നത്. അവരുടെ ചുറ്റുപാടൊന്നും നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം. അവന്റെ ഉമ്മ ഒരു സഹകരണ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. മാന്തോട്ടം ബ്രിഡ്ജിന്റെ താഴെ കൂടെ അവിടെ ഒരു പള്ളിന്റെ അടുത്താണ് ഇവന്റെ വീട്. 1.5 കോടിയുടെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവർക്ക്
ഈ ഒരു സ്ത്രീക്ക് മാത്രമേ ആ കുടുംബത്തിൽ വരുമാനമുള്ളൂ. പിന്നെ ഇവര് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നു. എന്നിട്ട് പേര് മുഴുവനോ ഈ ലോണും കടബാധ്യതകളും ആയിട്ട് സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന എനിക്ക്, ഞാൻ ഇതൊക്കെ കൊണ്ടുണ്ട് നടക്കേണ്ട ഗതികേടാണ് എനിക്ക്. അരക്കണർ ആ ഭാഗത്തേക്കും ഈ രണ്ട് വീട്ടിൽ നിന്ന് എനിക്ക് ഈ ഇൻസിഡന്റ് ഇങ്ങനെ തുടർന്നത് കൊണ്ടും ഇവൻ പൈസ ആവശ്യപ്പെടൽ കൂടിയത് കൊണ്ടും എന്റെ കുഞ്ഞുങ്ങളെ വീട്ടിൽ വന്ന് ഉപദ്രവിക്കുന്നത് കൊണ്ടുമാണ് ഞാൻ പരാതി കൊടുത്തത്. ഞാൻ അന്നത്തെ എന്റെ സാഹചര്യം എന്ന് പറയാൻ അടിച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. 2017 അടിച്ചുറപ്പില്ലാത്തൊരു വീട്ടില് ഞാനും എന്റെ 2 മക്കളും ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോടെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം ഗോപാലേട്ടൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് എന്റെ വീട് അടിച്ചുറപ്പാക്കി തന്നെ എന്റെ മാനം കാക്കാൻ സംരക്ഷിച്ച ഒരു മനുഷ്യനാണ്. ആ ഗോപാലേട്ടനെ പറ്റി വരെ ഇപ്പൊ സമൂഹത്തിൽ മോശമായിട്ട് സംസാരിക്കുന്നത്. ഇന്നേ വരെ ഒരു പടച്ചോന തുല്യല്ലാണ്ട് ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. അത്രത്തോളം വൃത്തികെട്ട മനസ്സുള്ള ചിന്താഗതിക്കാരാണ് ഈ സമൂഹത്തിലുള്ളത്. ശോഭാ സുരേന്ദ്രൻ എന്ന് ആ ഒരു വീഡിയോയിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്, 2-3 പ്രാവശ്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ ശോഭയുടെ ഒരു ഓൺലൈൻ ഗുണ്ടയുണ്ട്, അയാളാണ് ഇവരെ പറ്റി വളരെ മോശമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത്. എന്നിട്ട് അയാൾ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ശോഭ ചേച്ചി അറിയിക്കുന്നു. ശോഭ ആരാ പറഞ്ഞോട്? ബൈജു VK ബൈജു ന്യൂസ് കഫേ എന്ന് പറഞ്ഞ് നടത്തുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഒരു മാധ്യമ ന്യൂസ് കഫേ ലൈവ് ഞാൻ പരാതി കൊടുക്കുന്നുണ്ട്. കമ്മീഷണർക്ക് പരാതി കൊടുക്കും. ഇപ്പൊ അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലാണ് ഈ വീഡിയോ ഒക്കെ ഇവര് പുറത്തുവിടുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഓക്കെ, ഇതൊരു തെളിവില്ലാണ്ട് എങ്ങനെയാണ് ഒരാളുടെ പേരിൽ ഇങ്ങനെയും ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്? നിങ്ങൾക്കെല്ലാം അറിയാം, ഓൺലൈനിൽ ഇപ്പൊ അല്ലെങ്കിൽ ഒരു മീഡിയയിൽ ഒരു വാർത്ത ഇടുകയാണെങ്കിൽ പോലും അതില് ഇരയുടെ പേര് മറിച്ചിട്ട് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് അല്ലെ? ഇതൊന്നുമില്ല, വെറും തേർഡ് റേറ്റ്. അത് ഉപയോഗിക്കുന്ന ഭാഷകൾ കാണണം. അതും ഇത് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സമൂഹത്തിൽ സപ്പോർട്ട് ഇല്ലാത്തോണ്ട് ഞാൻ ഇവന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ, അവരെ അമ്മ എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റൂല. അതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറഞ്ഞ നദീറ എന്ന ആ ലേഡിന്റെ പേര്, സാരണ ബാങ്ക് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിങ്ങൾക്ക് അവിടുത്തെ CCTV ദൃശ്യം നോക്കിയാൽ അറിയാം. അവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആ സ്ത്രീന്റെ കാല് പോയി പിടിച്ച് പറഞ്ഞു, നിങ്ങളുടെ മോനാൽ എനിക്ക് ഇങ്ങനെ ഒരു ഉപദ്രവം വന്നു, ഇന്നതിന് ശേഷം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി ഞാൻ ഒന്നിനും വരൂല. എനിക്ക് വന്ന അനുഭവം ഓക്കെ, എനിക്ക് വിഷയമല്ല, എനിക്ക് ആരോടും പറയാനില്ല എന്ന് സഹിത ആ ലേഡിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ ആ ലേഡി എന്നോട് പറഞ്ഞു, നീ വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ആ ലേഡി, ഈ ഇവന്റെ തള്ളാന്ന് പറയുന്ന സ്ത്രീയാണ് എന്നെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഞാൻ അവിടെ എത്തി നോക്കുമ്പോ ഈ സെൻട്രൽ ജയിൽ പോലത്തെ മതിലും ഈ ഗേറ്റൊക്കെ. അപ്പൊ ഞാൻ ആ സ്ത്രീനെ വിളിച്ചു, ഇതെന്നാണോ വീട്, ഇവിടേക്ക് എനിക്ക് കയറാൻ പറ്റുമോ? എന്നപ്പോ അവർ പറഞ്ഞു, ഞാൻ ഉള്ളിലുണ്ട്, ഇങ്ങി കേറിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നീട് ആ വീട്ടിൽ പോകുന്നത്. ആ സ്ത്രീ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത്, ഇതൊന്നും എവിടെയില്ല, ഞാൻ കൊടുത്ത മൊഴിയല്ല എവിടേക്ക് എത്തിയത്, കോടതിയിലേക്ക് എത്തിയത്, എങ്ങനെയാ മാറി മറിഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ആ കേസ് തോറ്റിട്ട് ഞാൻ ഹൈക്കോടതി പോവാതിരുന്നത്, ഒരു പെണ്ണ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടു കോടതി പോയിട്ട് പിന്നെ അവന്റെ വക്കീലിന്റെ ചോദ്യത്തിന്റെ മുമ്പിലും മക്കളെ ജീവിതത്തിൽ ഒരു പെണ്ണും അനുഭവിക്കാത്ത മുഴുവനോ ആ വക്കീൽ അവിടെ കുത്തിരുന്ന് ചോദിച്ചപ്പോ ഞാൻ സ്വയം പിന്നെയും നാണം കെടുക ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തിനു മുമ്പോട്ട് പോണോ? എന്നിട്ട് ഞാൻ ക്ഷമിച്ച് സഹിച്ചും വീട്ടിൽ കുത്തിരുന്ന്, എന്നിട്ട് ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത ഇങ്ങനെ ബേക്കിൽ നിന്ന് അടിച്ചോണ്ടിരിക്കുക. എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്ക് ചോദിക്കാനുള്ള. അല്ലെ എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഓക്കെ, ഏതെങ്കിലും ഒരു വ്യക്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മേടിച്ചെന്നോ അല്ലെ ഏതെങ്കിലും ഒരു വ്യക്തിനെ ഞാൻ ഹണി ട്രാപ്പ് പെടുത്തിയെന്നോ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരട്ടെ. വേണ്ട,
ഒരുപാട് ആൾക്കാർ അന്വേഷണമായിട്ട് ഇറങ്ങുന്നില്ല. എന്തുകൊണ്ട് എന്റെ പേരിൽ അന്വേഷണം നടത്തുന്നില്ല? നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ, എന്റെ പേരിൽ ഒരു അന്വേഷണം നടത്താന്. സകല ഡീറ്റെയിലും ഞാൻ തരാം, എന്റെ അക്കൗണ്ട് നമ്പർ വരെ ഞാൻ തരാം. ആരുടെങ്കിലും എനിക്ക് ഫോട്ടോ ഓർഡർ വരുന്നുണ്ട്, അതിൻ്റെതല്ലാതെ ഞാൻ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ വരെ ഞാൻ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാൻ വേണേൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രത്തോളം എന്റെ ആരോടെങ്കിലും എന്റെ പേരിൽ ഒന്ന് ഒരു അന്വേഷണം ഇടാൻ പറഞ്ഞോളൂ. എന്നിട്ട് എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്ത് ഒരു സ്ത്രീ ഒന്ന് കൂടുതൽ കേസ് കൊടുത്ത അവൾ എങ്ങനെയാ മോശക്കാരിയാവുക? നിങ്ങൾ എന്നെ പറയും. ഇവര് കൊടുത്ത കേസിൽ ഒന്ന് പീഡന കേസ്, രണ്ടാമത്തെ കേസ് ഇവര് വണ്ടി തട്ടിയത്, ഒരു വണ്ടി തട്ടിയ കേസ്, ഒരാൾ എന്നെ തല്ലിയത്, ഇതൊക്കെ ഇതെങ്ങനെ ഹണി ട്രാപ്പ് ആവുമെന്നുള്ളതാണ്. നമ്മുടെ ആൾക്കാർ എത്ര ക്രിമിനൽ മൈൻഡിലാണ് ഒരാളെ നശിപ്പിക്കുന്നതെന്ന് നോക്കണം. മാറാട് പോലീസ്, കോഴിക്കോട് കോടതിയില് അതിന്റെ പകർപ്പ് വെച്ച്, അതാണ് എനിക്ക് കുറ്റവിമുക്തനാണ്. തെളിവ് കൊടുത്തില്ല ദീപക് ജി, തെളിവ് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ കോടതിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും? പോണ്ടെന്ന് ചോദിച്ചാൽ അത്രക്കുള്ള ചോദ്യങ്ങളാണ് എന്റെ അടുത്ത് ചോദിച്ചത്. അത് അവർക്ക് മനസ്സിലാവും. ഇനി പോകും. ഇത് നമ്മുടെ സഹോദരിയാണെങ്കിൽ ഇനി കോടതി പോകും. അതുപോലെ തന്നെ ഇവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാര് ഒരു കാര്യം കൂടെ, ഇന്ന് തൊട്ട് നിങ്ങളുടെ എല്ലാവരുടെയും എന്റെയും നമ്മുടെയും കൂടെ സഹോദരിയായത്. ഇനി നമ്മളെല്ലാവരെയും മാറ്റി നിർത്തിയിട്ട് ഈ കുട്ടീനെ ആക്രമിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് അവര് തെളിയിക്കേണ്ട കാര്യമാണ്. ശരിയല്ലേ? അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അയാൾ ഒരാളടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഹിന്ദുക്കൾക്ക് കിട്ടാത്ത ഓർഡർ എനിക്കുണ്ട് പോലും. ഞാൻ വിൽക്കുന്നത് എന്റെ കഴിവിനെയാ. പിന്നെ ഞാൻ ചിത്രം ഞാനല്ല വരയ്ക്കുന്നത്, മറ്റുള്ള ആരോ വരയ്ക്കുകയാണ്, എന്നിട്ട് ഇത് ഞാൻ സെയിൽ ചെയ്യാണെന്ന് പറയുന്നത്. എന്റെ നാട്ടിൽ വന്ന് ആർക്ക് വേണമെങ്കിലും അന്വേഷിച്ചു നോക്കാം. എന്റെ നാട്ടിലുള്ള ഓരോ മനുഷ്യൻ എന്റെ വീട്ടിൽ വരുന്നപ്പോ കാണല. എന്റെ വീട്ടിൽ ഞാനും എന്റെ 2 മക്കളും എന്റെ അനിയനുമാണ് താമസിക്കല്. ഹസ്ബൻഡ് ഗൾഫിലാണ്. എന്റെ വീട്ടിൽ വന്ന് ആർക്ക് വേണമെങ്കിലും വന്ന് നോക്കാവുന്ന, ഞാനാണോ വരയ്ക്കുന്നത് മറ്റൊരാളാണോ? എന്റെ വീട്ടിൽ വന്നാൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ഞാൻ ഓരോന്ന് കാണിക്കുന്നത് പോണം. ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്, ഞാൻ തന്നെയാ വരയ്ക്കുന്നതെന്ന് അറിയിക്കാൻ വേണ്ടിട്ട്. ആ ഒരു പോയിന്റ് അല്ല അദ്ദേഹം പറഞ്ഞതിന്റെ പോയിന്റ്. ഹലോ, ശ്രീരാജ് കൈമൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഇസ്ലാം വർഗീയതയുടെ ഒപ്പം തന്നെ ഹിന്ദു വർഗീയത കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പാണ് ഈ ഹിന്ദു ഹെൽപ്പ് സെന്റർ എന്ന് പറയുന്ന പ്രതീഷ് വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഗ്രൂപ്പ്. ഈ ആള് സംഘത്തിൽ നിന്ന് പുറത്താക്കിയ ആളാണ്. അയാൾക്ക് സംഘവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതുപോലെ തന്നെ ഇയാൾ ഈ ഹിന്ദു എക്സ്ട്രീമിസം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരുപാട് കലാപങ്ങൾ പ്ലാൻ ചെയ്തതാണ്. ലാസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ച കലാപമാണ് ഈ ശബരിമലയുടെ പേരിൽ. അന്ന് AHPയുടെ ലോഞ്ച് ചെയ്യുന്ന സമയമായിരുന്നു. പ്രവീൺ തൊഗാഡിയ കേരളത്തിൽ ഈ പാർട്ടി കൊണ്ടുവരാൻ വേണ്ടി AHP എന്ന് പറഞ്ഞ ഈ പാർട്ടി അയ്യപ്പ ഹിന്ദു പരിഷത്ത് എന്ന് പറഞ്ഞിട്ട് ഇവര് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. 5 ലക്ഷത്തോളം വരുന്ന ആൾക്കാരായിരുന്നു അതിൽ പങ്കെടുക്കാൻ വന്നത്. ഞാൻ അന്ന് EP ജയരാജനോട് വിളിച്ചു പറഞ്ഞു, അന്ന് മുഖ്യമന്ത്രി സ്ഥലത്തില്ല, US-ലായതുകൊണ്ട് EP ജയരാജനോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു അപകടം ഉണ്ട്, ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ അയ്യപ്പന് വേണ്ടിയിട്ട് സംസാരിക്കാൻ പ്രതിഷേധം നടത്താൻ കൊണ്ടുവരികയാണ്. പോലീസിന് നേരെ പെട്രോൾ ബോംബും ഇത് കല്ലുമെറിയാൻ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ 500 പേരോ 5000 പേരോ കൂടിയാൽ നിറയുന്ന സ്ഥലമാണ് സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ. ഈ പോലീസിന് നേരെ ഇത് വന്നു കഴിഞ്ഞാൽ പോലീസ് ലാത്തി വീശും. തിക്കിലും തിരക്കിലും പെട്ട് ഒരുപാട് പേര് മരിക്കും. അത് അവര് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ആയിട്ട് അവർ മാറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ലൈവ് വന്നിട്ടത് ഇന്നും സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. ജനങ്ങള് ഈ വാക്ക് കേട്ട് ഇതിൽ കാര്യമുണ്ടെന്ന് കരുതിയിട്ട് തിരിച്ച് അവര് ശബരിമലയിലേക്ക് നടന്നു. കാരണം ഞാൻ പറഞ്ഞു, അയ്യപ്പൻ ഇരിക്കുന്ന ശബരിമലയിലാണ്, സെക്രട്ടേറിയറ്റിലല്ല. അവിടെ ഈ ആവശ്യമില്ലാതെ ഒരു കലാപം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവർ ശബരിമലയിലെത്തിയപ്പോൾ അവിടെയും ഇവർ ഇതേ പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ് ശബരിമലയിൽ പോലീസിന് ലാത്തി വീശേണ്ടി വന്നത്. അപ്പൊ ആ ഗ്രൂപ്പ് ഇവിടെ പല തരത്തിൽ, ഇവിടെ മുസ്ലിങ്ങൾ ഒരു 10 വർഷം മുമ്പുള്ള ആ മുസ്ലിം ഹിന്ദു സൗഹാർദ്ദം ഇന്ന് തകരുന്നതിന്റെ ബാക്ക് എൻഡ് പ്രവർത്തിക്കുന്ന എലമെന്റ് ഇവരാണ്. പല തവണ ഞാൻ ഇവർക്ക് വാർണിംഗ് കൊടുത്തതാണ്. ഇതല്ല സനാതന ധർമ്മം, തീവ്ര ഹിന്ദുത്വം പറഞ്ഞ് വരരുത് ഇവിടെ കേരളത്തിൽ. പക്ഷെ ഇവര് ഈ കുട്ടിക്ക് കൊടുക്കുന്ന ഇത്, അതായത് കൃഷ്ണന്റെ കാര്യം പറഞ്ഞു, ഇവർക്ക് ഇവരുടെ കൂട്ടത്തിൽ നിൽക്കണം. ഇവിടെ കൃഷ്ണൻ എന്താ ഏതെങ്കിലും ഗ്രൂപ്പിന്റെ ഭാഗമാണോ? ഇത് പറയാനാണെങ്കിൽ ഇവിടെ തീരില്ല. ഇതിനൊക്കെ എതിരെ വളരെ ശക്തമായിട്ട് തന്നെ ഓരോ സ്റ്റെപ്പ് എടുത്തില്ലെങ്കിൽ
ഇനി വരാൻ പോകുന്നത് വലിയ ബുദ്ധിമുട്ട്. ഇതുപോലെ ഒരു കുട്ടിയല്ല ഇവിടെ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കാണുന്നതിനേക്കാളും കാണാത്ത പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ മുസ്ലിം ഹിന്ദു വർഗീയതയ്ക്ക് രണ്ടും ഫണ്ട് ചെയ്യുന്ന ഒരു സോഴ്സാ. ഈ പ്രതീഷ് വിശ്വനാഥിന്റെ ഡീറ്റെയിൽസ് എടുക്കുക, അന്വേഷിക്കേ, അയാൾ എന്ത് കോൺട്രിബ്യൂഷനാണ് സമൂഹത്തിൽ ചെയ്തെന്ന് നോക്കി. ഇതുപോലുള്ള ആൾക്കാരുടെ ജീവിതം നശിപ്പിക്കുന്ന ഇതാണോ ഇവർ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ? ഇതാണോ സനാതന ധർമ്മം? അപ്പൊ പേര് കേൾക്കുമ്പോ എല്ലാവരും ഇവര് ഈ ഖാവി കൊടിയും ഇതും വെച്ചിട്ട് ഇറങ്ങുമ്പോ പേര് ജനറലൈസ് ചെയ്ത എല്ലാ ഹിന്ദുക്കൾക്കുമാണ് ചീത്തപ്പേര് വരുന്നത്. ഹിന്ദുക്കൾ ഒരിക്കലും ഇതുപോലെ ഒരു കുട്ടീനെ പീഡിപ്പിക്കാനോ ഇതുപോലെ ഒരു കാര്യത്തിന് തള്ളിവിടുകയോ ചെയ്യില്ല. നല്ല ഇസ്ലാമും ഒരിക്കലും ഇതുപോലെ ഒരു ഒരു അവസ്ഥ ഉണ്ടാക്കില്ല. കരുണയുള്ളവരുടെ വിശ്വാസ പ്രമാണമാണത്. ഇതിന് നാറുന്നത്, ഒറ്റപ്പെടുന്നത് മതവിശ്വാസങ്ങളാണ്. നമുക്ക് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഈ പറയുന്ന ഈ കുട്ടിയെ പീഡിപ്പിച്ച ആ വ്യക്തിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഒന്ന്, അതിപ്പോ കേസ് ഇപ്പൊ കമ്മീഷണർക്ക് കൊടുക്കും. പിന്നെ ഈ മാധ്യമത്തിലൂടെ ഇവരെ ആക്രമിക്കുന്ന ഇത് സത്യം പറഞ്ഞ ഒരു ബില്ലായിട്ട് പാസ്സായി. ഇത് ഈ കുട്ടിയുടെ കേസ് മാത്രം എടുക്കരുത്. സമൂഹത്തിൽ ആരെങ്കിലും ഒരു കാര്യം സഭ്യമായ ഭാഷയിൽ പറയട്ടെ, എന്തൊരു ഇത് അരാജകമായ രീതിയിലാണ് ഇവര് പ്രതികരിക്കുന്നത്. പോകും. അത് ഇത് കറക്റ്റായിട്ട് ഈ കുട്ടീനെ ഒരു നല്ലൊരു നിയമോപദേശകന്റെ അടുത്ത് എത്തിച്ച് ആ കുട്ടിക്ക് നിയമപരമായ സഹായം എത്തിച്ചു കൊടുക്കുക. പിന്നെ ഇപ്പോ ഓൺലൈനിൽ ഈ കുട്ടീനെ ആക്രമിക്കുന്നതും ഈ രീതിയിൽ ചെയ്യുന്നവർക്കെതിരെ കമ്മീഷണർക്ക് പരാതി കൊടുക്കും. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മൾ വേറെ രീതിയിൽ പോയിട്ട് കാര്യമില്ലല്ലോ. ഈ റോഷൻ എന്നോട് പറഞ്ഞത് അവന് നിംഹാൻസ് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. ഞാനത് വിശ്വസിച്ച് അങ്ങനെയാണ് ഞാന് അവരെങ്ങനെ പരിചയപ്പെടുന്നത്? എന്റെ ഒരു സുഹൃത്ത് മുഖാന്തരാണ്. രതീഷ് കല്യാൺ എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്. ഈ കുട്ടിയുടെ വിഷയം ഇങ്ങനെ കേട്ടപ്പോ ഓൻ എന്നോട് പറഞ്ഞ് ഹോസ്പിറ്റലിലൊന്നും പോണ്ട, മോൻ അതിനകത്തൊന്നുള്ള വിഷയമല്ല, ഓൻ എന്താന്നുള്ളത് നമ്മളല്ലാതെ നോക്കുക, എന്നുവെച്ചാല് ഒരു റെക്കോർഡ്സ് ആയിട്ട് നിൽക്കണ്ട, കുട്ടിയുടെ ഭാവിക്ക് അത് ബാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓൻ്റെ ഒരു സുഹൃത്ത്, രതീഷിന്റെ സുഹൃത്തായത് കൊണ്ടാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഇവന് എന്റെ ചുറ്റുപാടൊക്കെ ആദ്യം ഇവന് എന്റേന്നില്ല, ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളുടെ അല്ലെ കുടുംബത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നിൽക്കുന്ന സ്ത്രീകളുടെ പലരുടെയും കുടുംബത്തിൽ കയറിയിട്ട് പല അതിക്രമവും ചെയ്തിട്ട് പലരും പരാതി കൊടുത്തൊരു പയ്യനാണ് ഇവന്. ഇവന്റെ മുഖം ഇതുവരെ ഇല്ല, രതീഷ് പങ്കാളിയല്ല. രതീഷ് അപ്പൊ തീർച്ചയായിട്ടും അവനും ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. അതിന് എനിക്കറിയില്ല. ഞാൻ രതീഷിനെ വിശ്വസിച്ചത് കൊണ്ടാണ് ഈ പയ്യനെ വിശ്വസിച്ചത്. നമ്മളൊരു സുഹൃത്തിനെ വിശ്വസിക്കൂലേ, ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഇവന്റെ ഈ വീട്ടിലോട്ട് പോയത്. സംസാരിച്ചിരുന്നു. ഓനെന്ത് പറയാ, ഓന് എവിടുന്നോ പരിചയപ്പെട്ടതാണോലെ, ഇവരുടെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് ഇവര് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പരിചയപ്പെട്ട ആ പരിചയം മാത്രമേ ഉള്ളൂ എന്ന് ഇത് പറഞ്ഞതിന് ശേഷമാണ് രതീഷ് എന്നോട് പറയുന്നത്. ഞാൻ കരുതി രതീഷിന്റെ ഒരു സുഹൃത്ത്, വർഷങ്ങളായിട്ട് അറിയാവുന്ന സുഹൃത്താണ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവര് റീസെന്റ് എവിടുന്നോ പരിചയപ്പെട്ടതാന്നുള്ളത് ഇതിന്റെയൊക്കെ ഇഷ്യൂവിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. എനിക്ക് വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഇങ്ങനെ ആക്രമിക്കാണ്. ഒരു ചിത്രം വരയ്ക്കുന്നു എന്നുള്ള ഒരു തെറ്റല്ലാതെ അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം എന്റെ ഒരു വരുമാന മാർഗമാണ്. അത് സമൂഹത്തിനൊരു തെറ്റായിട്ട് തോന്നിയിട്ടാണ് മക്കളെ ജീവിക്കാൻ പറ്റാത്ത, പുറത്തിറങ്ങാൻ പറ്റാത്ത, എന്തിന് മാനം വരെ പോകുന്ന അവസ്ഥയിലേക്ക് എനിക്ക് വന്ന് ഒരു സ്ത്രീയുടെ ഏറ്റവും വലുതാണ് അവളുടെ മാനം. ഇതിനൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു മീഡിയ പറഞ്ഞപ്പം പലരും കമന്റ് ഇട്ടത് ഞാൻ കണ്ടു. ഓളെന്ത് ചെയ്താലും കുറ്റം ഉസ്താദിനെന്ന്. ആ ഉസ്താദ് എന്ന് പറയുന്ന ഒരു ചെങ്ങായി എന്റെ മോനോട് അന്ന് അങ്ങനെ ഈ മതത്തിന്റെ പേരിൽ എന്റെ മോനെ ഉപദ്രവിച്ചിട്ടില്ലായിരുന്നേ. എന്റെ മോൻ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ലായിരുന്നേ. ഇന്നും അഭിമാനത്തോടെ ഞാനും നിൽക്കാൻ ഓരോ സ്ത്രീകളെ പോലെയും എനിക്കത് നിൽക്കാൻ പറ്റാത്ത ഇങ്ങനത്തെ ഒരു ഇഷ്യൂ. ഉസ്താദുമാരും സ്വാമിമാരും ഒക്കെയാണ് പ്രശ്നം. ഉസ്താദ് വെറുതെ മോനെ തല്ലുക. ഒരു ദിവസം നേരം വൈകി എന്ന് പറഞ്ഞ തല്ല് കുറുവങ്ങാട് മദ്രസയിലുള്ള. എന്നിട്ട് ഒരു ദിവസം നേരം വൈകി എന്ന് പറഞ്ഞ തല്ലാണ്. ഇവൻ നേരത്തെ ചെല്ലു, അന്ന് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ തല്ലു. ഇവൻ പഠിച്ചു ചെല്ലുമ്പോ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ തല്ലു. എന്നിട്ട് എന്നെ വിളിച്ച് എന്നെ ഉപദേശിക്കും.
എനിക്ക് മദ്രസയിലേക്ക് ചുരിദാർ ഇട്ട് പോകാൻ പറ്റൂല, പർദ്ദ നിർബന്ധാണ്. എന്നോട് ഒരിക്കൽ പറഞ്ഞു, ചുരിദാർ ഇട്ട് ചെന്ന സമയത്ത് എന്നോട് പറഞ്ഞു ചുരിദാറിൽ ഇവിടെ വരരുത്. ഞാൻ ചോദിച്ചു അതെന്താ ഉസ്താദ്, ബാക്കിയുള്ള പേരൻസ് മാക്സി സഹിതം ഇട്ടിട്ട് വരുന്നുണ്ട്, അതൊന്നും നിങ്ങൾ അറിയണ്ട, നിങ്ങൾ ഇവിടെ പർദ്ദ ഇട്ടിട്ട് വന്നാൽ മതി എന്നാണ്. എന്നോട് പറഞ്ഞു നീ ഇസ്ലാമിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്, ഇത് എത്രത്തോളം വലിയ പാപാണെന്നറിയോ, അഹിന്ദുക്കൾക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കി കൊടുക്കുന്ന പറഞ്ഞു. ഭയങ്കര ഉപദേശം എന്നെ വിളിച്ചു വരുത്തിയിട്ട്. ഞാൻ പറഞ്ഞു ഉസ്താദെ ഞാനല്ല, എന്റെ മകനാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്, നിങ്ങൾ അവന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പല പ്രാവശ്യം ഞാൻ ഉസ്താദിനോട് പറഞ്ഞു. പിന്നെ ഇയാളുടെ വിളി ഇങ്ങനെ കൂടിയ സമയത്ത് അവൻ പോയി നോക്കുമ്പോ ഇവന്റെ കയ്യുമ്മ ചരടൊക്കെ ഉണ്ട്. അത് ഒന്നും കൂടി ഉസ്താദ് ഉണ്ടാക്കി. ഇതിന്റെയൊക്കെ ബലിയാടാവുന്നത് എന്റെ മോന്. പിന്നീടാണ് ഇവന് സ്കൂള് മദ്രസ എന്നുള്ളത് ഭയങ്കര ഇഷ്യൂ ആയി വന്നത്. അങ്ങനെയാണ് ഇവന് ഇങ്ങനത്തെ ഒരു വിഷയം വന്നത് ജീവിതത്തില്. നമ്മൾ കാണുന്ന കാഴ്ചയും ഈ സംഭവം കണ്ടോ, ഈ മതപരമായിട്ട് ആൾക്കാരെ എങ്ങനെയാ ട്രീറ്റ് ചെയ്യണമെന്ന് കണ്ടോ. ഇതൊക്കെ ഇന്ന് ഒരു ആള് കേരള സമൂഹത്തോട് തുറന്നു പറയണം അവരുടെ അനുഭവം. ഇതുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും മോശക്കാരാവണമെന്ന് പറയാനും പറ്റില്ല, എല്ലാ ഹിന്ദുക്കളും മോശക്കാരാണെന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്തെ ഈ മതവിഭാഗം അവരെങ്ങനെയാണോ സൊസൈറ്റീനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് സമൂഹം മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതും ഈ മതവും ഇതൊക്കെ എന്നും മാറിക്കൊണ്ടിരിക്കുന്ന സാധന. ഇവർക്കൊരിക്കലും ആത്മീയപരമായിട്ടൊരു ഉണർവ് കൊടുക്കാൻ പറ്റില്ല. സോ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഇതാരാ ഇവരെ കൊണ്ടുവരുമോ? പിന്നെ വേറെ ഞാൻ കടന്നുപോയ ഒരു വഴിയല്ലേ ഇവരും കടന്നുപോയത്. ഇവരും എന്റെ അമ്മ അനുഭവിച്ചതിന്റെ വേറൊരു രീതിയിലുള്ള ഒരു വേദന അനുഭവിച്ചില്ലേ. ഇതുപോലെ ഒരു ഗതി ഒരു സഹോദരിക്ക് പിന്നെ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും കൂടെ നിൽക്കുവോ? നമ്മുടെ സമൂഹത്തിന്റെ രീതിയല്ലേ. സോ നിങ്ങളിത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുകയാണ്. ഈ കുട്ടിയെ ഇവിടുത്തെ സർക്കാർ പ്രൊട്ടക്ട് ചെയ്യണം. ഏത് നിമിഷവും എന്ത് ആക്രമണവും ഈ കുട്ടിക്ക് നേരെ ഇനി ഉണ്ടാവാം. അതുകൊണ്ട് ഇതിന്റെ ദേഹത്തൊരു മണ്ണ് നുള്ളിയിട്ടാൽ അതിന്റെ സമാധാനം പറയേണ്ടത് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ ഇവർക്കെതിരെ നിന്ന ഗ്രൂപ്പുമാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയുക. പോലീസ് പ്രൊട്ടക്ഷൻ ഈ കുട്ടിക്ക് കിട്ടണം. സോ വി ആർ ഗോയിങ് ടു ഫയൽ എ കേസ് അഗൈൻസ്റ്റ് ദോസ് കൾപ്രിറ്റ്സ്. താങ്ക് യു.